അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, ഒരിക്കൽ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ഒരു കള്ളൻ കയറി. അദ്ദേഹം കുറേ പരിധി നോക്കി, ഒന്നും അദ്ദേഹത്തിനിക്ക് തൃപ്തിയാകുന്ന രീതിയിൽ ആ വീട്ടിലൊന്നും കിട്ടിയില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ, മഹാന്മാരുടെ വീട്ടിലൊന്നും കുറേ സമ്പത്തോ കുറേ പണമോ കള്ളന്മാർക്ക് ആവശ്യമുള്ള സാധനമൊന്നും ആ വീട്ടിൽ ഉണ്ടാവില്ലല്ലോ. അത്യാവശ്യത്തിന് അന്നത്തെ ജീവിതത്തിൽ ആവശ്യത്തിന് വേണ്ടിയുള്ള പണങ്ങൾ അവർ ചെലവ് ചെയ്യുക എന്ന് മാത്രയല്ലേ അവരുടെ ജീവിതത്തിലുള്ളൂ. അങ്ങനെ ഈ കള്ളൻ ധാരാളം വീട്ടിൻ്റെ എല്ലാ മൂലയിൽ പോയി ഇങ്ങനെ തേടി നോക്കി, പരിധി നോക്കി, എവിടെയും ഒന്നും കിട്ടിയില്ല. ഈ സമയങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിൻ്റെ ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ രാത്രിയിൽ ഇബാദത്ത് എടുക്കുകയാണ്. ഇതൊന്നും ബഹുമാനപ്പെട്ടവർ ശ്രദ്ധിക്കുകയോ ഇതൊന്നും കൂട്ടാക്കുകയോ ചെയ്തില്ല. അങ്ങനെ ആ കള്ളൻ വേണ്ടതുപോലെ, ഏതായാലും ബഹുമാനപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് വേണ്ടതുപോലെ എല്ലാ സ്ഥലങ്ങൾ കയറി നോക്കി, ഒന്നും കിട്ടിയില്ല. അവസാനം ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹം എത്തിപ്പെട്ടു. ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിനിക്ക് വല്ലാത്ത ഭയമുണ്ടായി. ഇനിയെന്ത് ചെയ്യും? ഇദ്ദേഹം എന്നെ ഏതായാലും വീട്ടിൻ്റെ ഒരു ഉടമസ്ഥൻ്റെ കയ്യിൽ കള്ളൻ കിട്ടിയപ്പോൾ ആ കള്ളനിക്ക് വല്ലാത്ത ഭയമുണ്ടാകുമല്ലോ. ഏതായാലും ആ കള്ളൻ ബഹുമാനപ്പെട്ടവരെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നു കൊടുത്തു. അങ്ങനെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. അവർക്ക് തൻ്റെ മുമ്പിലുള്ള ശത്രുവിനെ പോലും എത്ര സൗമ്യത്തോടെയാണ്, എങ്ങനെയുണ്ട് അവനെ നന്നാക്കിയെടുക്കുക എന്ന ചിന്തയിലാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് നല്ല സൗമ്യത്തോടുകൂടെ, നല്ല സ്വഭാവത്തോടുകൂടെ, നല്ല സംസാരത്തോടുകൂടെ അദ്ദേഹത്തിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. തൻ്റെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നതുപോലെ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇത് കേട്ടപാടെ ആ കള്ളനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. എന്തൊരു മനുഷ്യനാണ്! ഞാൻ ഈ വീട്ടിലേക്ക് കക്കാനാ വന്നത്, അതിഥിയായിട്ട് വന്നതൊന്നുമല്ല, എന്നിട്ടും എന്നോട് ഇങ്ങനെയുള്ള സൗമ്യത്തോടുള്ള സംസാരമാണോ? അങ്ങനെ ധാരാളം സംസാരങ്ങളൊക്കെ സംസാരിച്ച് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാറും ആ കള്ളനും നല്ല സുഹൃത്തുക്കളായിപ്പോയി. ധാരാളം സംസാരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറി. അങ്ങനെ അവസാനമാനപ്പെട്ടവർ അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല മോനെ, നീ ഇപ്പോൾ വന്നത് ദുനിയാവിൻ്റെ പണം, ദുനിയാവിൻ്റെ സ്വത്തുക്കൾ, ദുനിയാവിൻ്റെ ചരക്കുകൾ നീ ആവശ്യപ്പെട്ടിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അതൊന്നും നിനക്ക് കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഫഹല്ലക ഫിൽ ആഖിറതി മിൻ മത്താ, ദുനിയാവിൻ്റെതൊന്നും കിട്ടിയില്ലല്ലോ. ഇനി കുറച്ചു നേരം ആഖിറത്തിൻ്റെ സ്വത്തുക്കൾ നീ വാങ്ങുമോ? അത് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ തരട്ടെയോ എന്ന് ബഹുമാനപ്പെട്ടവർ എന്തൊരു വാക്കാണ് ആ കള്ളനോട് പറഞ്ഞു. ഇത് കേട്ട് അദ്ദേഹം അത്ഭുതത്തോടുകൂടെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് സുബഹി വരെ ആ കള്ളൻ ബഹുമാനപ്പെട്ടവരെ അരികിൽ ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോ. ഒറ്റ ഒരു രാത്രിയിൽ ആ കള്ളനെ ബഹുമാനപ്പെട്ടവർ മാറ്റിയെടുത്തു. സുബഹി വരെ ആ ഉപദേശം കേൾക്കലോടുകൂടെ അദ്ദേഹത്തിൻ്റെ കൽബിൽ വല്ലാത്ത ഭയം തോന്നി, വല്ലാത്ത പേടി തോന്നി. മനസ്സിന് ഒരു ചേഞ്ച് വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ കൽബ് അല്ലാഹുവിലേക്ക് അതോടുകൂടെ തിരിച്ചു കഴിഞ്ഞു. അത്ഭുതം എന്ന രീതിയിൽ അന്നത്തെ സുബഹി നിസ്കാരത്തിലേക്ക് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ കള്ളനെയും കൂട്ടിക്കൊണ്ടാണ് അന്നത്തെ പള്ളിയിലേക്ക് പോയത്. ഇത് കണ്ടപാടെ അവിടെയുള്ള നാട്ടുകാർക്ക് വല്ലാത്ത അത്ഭുതമാണ്. കാരണം അദ്ദേഹം അറിയപ്പെടുന്നൊരു കള്ളനാണ്, ആ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന കള്ളനാണ്. അദ്ദേഹമാണോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ സുഹൃത്തായത്? അവരൊക്കെയും അവിടുന്ന് പറഞ്ഞുപോയി, അക്ബറു ആലിമിൻ മഅ അക്ബറ ലിസ്വിൻ,
ആലിമ്യങ്ങൾ വെച്ച് വലിയൊരു പണ്ഡിതന് കൂടെ വലിയൊരു കല്ലൻ എന്ന് അവരും അവിടെ നിന്ന് പറഞ്ഞുപോയി. അത്ഭുതത്തോടു കൂടെ അവിടെ നിന്ന് അവർ ചിന്തിച്ചുപോയി. അപ്പോഴാണ് ഇതെന്ത് സംഭവിച്ചതാണെന്ന് നാട്ടുകാരൊക്കെ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇദ്ദേഹം എൻ്റെ വീട്ടിൽ കക്കാൻ വന്നതാണ്, എൻ്റെ ദുനിയാവിനെ കക്കാൻ വന്നതാണ്, പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ഖൽബിനെ വശനം ചെയ്തു എന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു വാക്ക് അവിടെ നിന്ന് പറയുകയാണ്. മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ്. എല്ലാവരോടും നല്ല സൗമ്യത്തോടുകൂടെ, എത്ര വലിയ ചീത്തയായ മനുഷ്യനാണെങ്കിലും അവനെങ്ങനെയുണ്ട് നന്നാക്കിയെടുക്കുക എന്നുള്ള ആ ചിന്തയാണ്. ഇതിൽ നിന്ന് ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും വലുത് നല്ല സ്വഭാവമാണ് നമുക്കുണ്ടാവേണ്ടത്. ആരെയും ആക്ഷേപിക്കാൻ പാടില്ല, ആരെയും നാം മോശപ്പെടുത്താൻ പാടില്ല. എല്ലാവരോടും നമുക്ക് സ്നേഹം നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബ് നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.